ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമ. മലയാള മനോരമയ്ക്ക് ഇന്ന് രണ്ട് പ്രധാന പേജുകളായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ പേജിൽ വിണ്ണി താണ്ടി നീ വാ എന്ന തലക്കെട്ടോടുകൂടി സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ആ വാർത്തയുടെ വിശദ വിവരങ്ങൾ, സുനിത വില്യംസിൻ്റെ ചിത്രം, പേടകത്തിൻ്റെ ചിത്രം, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രം, അതെല്ലാം അടങ്ങി ഇന്ന് രാവിലെ 10:30 യാത്രാ പേടകം ബഹിരാകാശ നിലയം വിടും. നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. അതിൽ തന്നെ അതിനോടൊപ്പം അനുകൂല സാഹചര്യമെങ്കിൽ ഇന്ന് രാവിലെ 8:30 ഡ്രാഗൺ പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കും. ഹാച്ചിങ് ക്ലോഷർ എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെയാണ് ഇന്നു മുതലുള്ള ആ ഭൂമി വരെ എത്തുന്നതിനുള്ള പ്രോസസ്സിനുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പേജിലേക്ക് വന്നാൽ, കരുത്തു തെളിയിച്ച് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. 7 മണിക്കൂർ സമരത്തിൽ പങ്കെടുത്തത് 5000-ൽ പരം പേർ. വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. ആ സമരത്തിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരന്ന ആശാവർക്കർമാരുടെ ചിത്രമാണ് ആദ്യ പേജിൽ കാണുന്നത്. വഴി തുറക്കാൻ എന്ന തലക്കെട്ടോടുകൂടി ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന രാപ്പകൽ സമരം 36-ാം ദിവസത്തേക്ക് കടന്ന ഇന്നലെ ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപരോധിച്ചപ്പോഴുള്ള ചിത്രം നൽകിയിരിക്കുന്നു. 7 മണിക്കൂർ സമരം. അതായത് വാർത്ത ഇങ്ങനെയാണ്: ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് സ്ത്രീ ശക്തിയുടെ കരുത്ത് തെളിയിച്ച ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. 7 മണിക്കൂർ നീണ്ട ഉപരോധത്തിൽ MG റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സമരത്തിനിടെ 8 ആശാവർക്കർമാർ കുഴഞ്ഞു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നടക്കമുള്ള പ്രധാന വാർത്തകൾ. അതിന് താഴെയായി, ഹൈക്കോടതി വിധി സർക്കാർ നടപടി നിയമപരമല്ല, മുനമ്പം കമ്മീഷൻ നിയമം റദ്ദാക്കി, വഖഫ് ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിലുള്ള വിഷയമെന്ന സിംഗിൾ ബെഞ്ച്, അപ്പീൽ നൽകാൻ സർക്കാരിൻ്റെ തീരുമാനം. മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വിഷയം വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ പ്രസക്തമായ വസ്തുതകൾ കണക്കിലെടുക്കാതെയുള്ള നിയമനം നിയമപരമല്ലെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ഉത്തരവ്. അധികാരം കമ്മീഷനല്ല, വഖഫ് ട്രൈബ്യൂണൽ എന്ന തലക്കെട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട കോളം കൂടി അതിനോടൊപ്പമുണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് ഒഴിഞ്ഞു പാട്ടിൻ്റെ മടിശീല, ഗാനരചയിതാവും തിരക്കഥാ സംഭാഷണ രചയിതാവുമായ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. നടൻ പാട്ടിൻ്റെ മടിശീല കിലുക്കി മലയാള സിനിമ ഗാനരചനയിലും തിരക്കഥാ സംഭാഷണ രചനയിലും അരനൂറ്റാണ്ടിലേറെ കാവ്യഭാവന വിടർത്തിയ മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ യാത്രയായി. ഒരാഴ്ച മുമ്പ് വൈറ്റില തൈക്കുടത്തെ വസതിയിൽ ലക്ഷാർച്ചനയിൽ കോണിപ്പടിയിൽ നിന്ന് വീണ് ഇടുപ്പെല്ലിന് പരിക്കേറ്റ് മെഡിക്കൽ ട്രസ്റ്റിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്നലെ വൈകിട്ട് 4:45 ഹൃദയസ്തംഭനം മൂലമായിരുന്നു. നോവിൻ്റെ തടവിൽ നിന്ന് സാവിത്രി പറന്നകന്നു. റാഗിംഗ് തകർത്ത മനസ്സുമായി 29 വർഷം ജീവിച്ച കാസർഗോഡ് സ്വദേശിനി മരിച്ചു. റാഗിംഗ് കൗമാര മനസ്സിലെ ഏൽപ്പിച്ച മുറിവുമായി 29 വർഷം ഇരുളിൽ കഴിഞ്ഞ സാവിത്രി ഇനി ഓർമ്മകളിലെ നോവ്. റാഗിങ്ങിൽ ഉലഞ്ഞുപോയ മനസ്സുമായി സ്വയം തീർത്ത തടവറയിൽ കഴിഞ്ഞ സ്വന്തം കണ്ണുപോലും ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ച വെങ്ങാട്ടെ മുണ്ടുവളപ്പിൽ സാവിത്രി പനിയെ തുടർന്നുള്ള അണുബാധ മൂലമാണ് മരിച്ചത്. മഞ്ചേശ്വരം സ്നേഹാലയ റീഹാബിലിറ്റേഷൻ സെൻറ്റർ അന്തേവാസിയായിരുന്നു. സാവിത്രിക്ക് 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ KP അമ്പു മരിച്ചിരുന്നു. അമ്മ വട്ടിച്ചിയാണ് ഏറ്റവും ഇളയവളായ സാവിത്രി ഉൾപ്പെടെ 4 പെൺമക്കളെ വളർത്തിയത്. ഫസ്റ്റ് ക്ലാസ്സോടെ 10ാം ക്ലാസ് ജയിച്ച സാവിത്രി 1996 ജൂലൈയിലാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. ആദ്യ ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിംഗ് നേരിട്ടു. 3ാം ദിനം മുതൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായി. നന്നായി പഠിച്ചിരുന്ന കുട്ടി വീട്ടിൽ അടച്ചിരിക്കുന്നത് നാട്ടിൽ സംസാരമായെങ്കിലും പരാതിക്കാരില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല. ഇതിനിടെ പല ആശുപത്രികളിൽ ചികിത്സ തേടി. പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2005-ൽ സ്വയം ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മാധ്യമ വാർത്തകളെ തുടർന്ന് 2010-ൽ സ്വമേധയാ കേസെടുത്തു ഹൈക്കോടതി. സാവിത്രിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കളക്ടർക്ക് റാഗിംഗ് തടയാൻ കർശന നടപടിയെടുക്കണമെന്നും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, DGP എന്നിവർക്ക് നിർദ്ദേശം നൽകി. അതിന് വലതുഭാഗത്തായി ലഹരിക്കടത്ത് 997 പേരുടെ പട്ടിക സഭയിൽ വെച്ച മുഖ്യമന്ത്രി. സ്ഥിരം ലഹരി കടത്തുകാർ 497. PF-ലെ DA കുടിശ്ശിക 50% പിൻവലിക്കാമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള മനോരമ. വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. വിദ്യാർത്ഥിയുടെ പിതാവിനും പരിക്ക്. നഗരമധ്യയിലെ വീട്ടിലെത്തി കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് 2ാം വർഷ BCA വിദ്യാർത്ഥിയും
ഉള്ളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ 162 ഫ്ലോറിഡയിൽ ജോർജ് ഗോമസിൻ്റെ മകനുമായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കുത്തേറ്റ് മരിച്ചത്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സ്ഥലം മാറ്റത്തിലുള്ള അപേക്ഷ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടത് ഗൗരവകരമായി പരിശോധിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്തെ എല്ലാ മാലിന്യ കൂമ്പാരങ്ങളും പരിശോധിക്കുമോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ സർക്കാരിന് താക്കീതായി ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം 20 മുതൽ നിരാഹാര സമരം എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ജന്മഭൂമി അതിന് താഴെയായി കരുവന്നൂർ സഹബാങ്ക് തട്ടിപ്പ്, AC മൊയ്തീനും MA വർഗീസും പ്രതികളാകും എന്ന വാർത്ത. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ MLA യും മുൻ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ ED കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. ആദ്യ കുറ്റപത്രത്തിൽ 53 പ്രതികളുണ്ട്. അന്തിമ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതോടെ പ്രതികൾ കുടുങ്ങും. ഇരുവരുടെയും ചിത്രങ്ങളോടൊപ്പം നൽകിയിട്ടുണ്ട്. K രാധാകൃഷ്ണൻ ഹാജരായില്ല എന്ന തലക്കെട്ടോട് ചെറിയൊരു കോളം കൂടി അതിനോടൊപ്പം ചേർക്കുന്നു. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗം സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിനെതിരായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആന എഴുന്നള്ളിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് പൂർണ്ണമായും തടയുന്നതിനുള്ള നീക്കമാണ് ഹൈക്കോടതി നടത്തുന്നതെന്ന് നിരീക്ഷിച്ചു. വിശ്വഗജ സേവാ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ലക്ഷാർച്ചനയിൽ നിന്ന് മങ്കൊമ്പ് മടങ്ങി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ജന്മഭൂമി. സർക്കാർ തിരിച്ചടി, കമ്മീഷൻ നിയമം ഹൈക്കോടതി റദ്ദാക്കി എന്ന വാർത്തയ്ക്കും ഇടമുണ്ട്. മയക്കുവെടിയേറ്റപ്പോൾ ചാടി വീണു ഗ്രാമ്പിയിലെ കടുവയെ വെടിവെച്ചു കൊന്നു. ഏതാനും ദിവസങ്ങളായി വണ്ടിപ്പെരിയാറിനടുത്ത് ഗ്രാമ്പിയിൽ ഭീതി വിതച്ച കടുവയെ വകവരുത്തി മയക്കുവെടി വെച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കു നേരെ ചാടി വീണ കടുവയെ ഒടുവിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി ഇന്ന് എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് ജന്മഭൂമി. ഒരുമയുടെ വഴിയിൽ ഭാരത സന്ദർശനത്തിലെത്തിയ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ ചർച്ചയ്ക്കിടെയുള്ള ചിത്രം നൽകിയിട്ടുണ്ട്. പൂർണ്ണവിവരം ജന്മഭൂമിക്കുള്ളിൽ 7ാമത്തെ പേജിനുള്ളിലായി നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗം. ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനാണ് ഹൈക്കോടതി ശ്രമിക്കുന്നത്. നായ കേസ് എങ്ങനെ ആന കേസായെന്നും വിമർശനം. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. അതിനോടൊപ്പം വലത് ഭാഗത്തായി കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു, അക്രമി തീവണ്ടിക്ക് മുന്നിൽ ചാടി വരിച്ചു എന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു. മാതൃഭൂമി താഴെയായി മുനമ്പം കമ്മീഷൻ റദ്ദാക്കി സർക്കാരിന് തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ് എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി. ആ വാർത്തയുടെ ഇടതുഭാഗത്തായി പ്രത്യാശയോടെ എന്ന തലക്കെട്ടോടുകൂടി ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്നതിനിടെ സമരത്തിലെ ആവശ്യങ്ങളിലൊന്നായി പ്രതിമാസ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയെന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങിയതറിഞ്ഞ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ആശമാർ അവരുടെ ചിത്രം നൽകിയിരിക്കുന്നു. DA കുടിശ്ശിക പകുതി പിൻവലിക്കാമെന്ന തലക്കെട്ടോടുകൂടി ചെറിയൊരു വാർത്ത കൂടി മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ആശമാരുടെ ഓണറേറിയ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി വിശദമായ ഒരു വിവരത്തിൽ ആ വാർത്ത നൽകുന്നു. അതിന് താഴെയായി ഗാനരചയിതാവ് മങ്കൊമ്പിന് വിട എന്ന തലക്കെട്ടോടുകൂടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ചവറയിൽ നിന്ന് തീ പടർന്ന വയോധികൻ പൊള്ളലേറ്റ് മരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ചവറയിൽ നിന്ന് തീ ആളിപ്പടർന്ന പൊള്ളലേറ്റ് വയോധികൻ മരിച്ചു. പാറശാലയ്ക്ക് സമീപം പൂഴിക്കുന്ന് വെങ്കടമ്പ് പിലിയാംകോണത്ത് സന്ധ്യാഭവനത്തിൽ മുരളീധരനാണ് മരിച്ചത്. പിടികൂടുന്നതിനിടെ പാഞ്ഞെടുത്ത് കടുവ വെടിവെച്ചു കൊന്ന ദൗത്യസംഘം. കൊന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഭീതി പടർത്തിയ പെൺകടുവയെ. ആ കടുവയുടെ ചിത്രം നൽകുന്നു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നടന്നത് പറയണമെന്ന ചെന്നിത്തല, യാദൃച്ഛിക കൂടിക്കാഴ്ച എന്ന പിണറായി. രാമായണം മുഴുവൻ വായിച്ചിട്ടും പുതിയ വിജയൻ നവഫാസിസ്റ്റ് എപ്പടി എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ലഹരി മാഫിയക്കെതിരെ പോരാട്ടം, കേരളം പിടിച്ചുകെട്ടുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളെ അടക്കം പിടികൂടി കേരളം ലഹരി മാഫിയോട് പോരാടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ ഒരു പ്രത്യേക രാഷ്ട്രീയം അതിനോട് കണ്ണടയ്ക്കുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും ചില വൻകിട പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കപ്പലിലും വിമാനത്തിലും വൻതോതിൽ മയക്കുമരുന്ന് വന്നിരുന്നത് അറിഞ്ഞില്ലെന്ന് രാജ്യരക്ഷാ ചുമതല കൂടിയുള്ള ഭരണാധികാരികൾക്ക് എങ്ങനെ പറയാനാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മാഞ്ഞു പാട്ടിന്റെ പൂങ്കൊമ്പ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടു. 1947 ജനിച്ച് 2025 മരിച്ചു എന്ന വർഷകാലയളവും കൂടി അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രീഡം റെഡി ഇന്ന് യാത്ര തിരിക്കും. സുനിതയും സംഘവും നാളെ എത്തുമെന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി ആദ്യ പേജിൽ. കേരള കൗമുദിയുടെ ആദ്യ പേജിൽ തലക്കെട്ടിന് താഴെയായി സുനിതയെ കാത്ത് ഭൂമിയിലേക്കുള്ള പ്രയാണം തുടങ്ങുന്നത് രാവിലെ 10:35. ചരിത്ര നിമിഷം നാളെ പുലർച്ചെ 3:27. ഭൂമിയിലേക്ക് അസ്മിതാ വില്യംസ് എത്തുന്നു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അതിന് താഴെ ആന എഴുന്നള്ളത്ത് സംസ്കാരം, ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി.
ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വിടവാങ്ങിയെന്ന വാർത്ത അതിന് വലതു ഭാഗത്തായി നൽകുന്നുണ്ട്. അതിന് താഴെയായി ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ 36-ാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ആശമാരുടെ ചിത്രം നൽകിയിട്ടുണ്ട്. പെൺ പ്രതിഷേധത്തിൽ തലസ്ഥാന നിശ്ചലമെന്ന തലക്കെട്ടോടി ആ വാർത്തയുടെ വിശദവിവരങ്ങൾ നൽകുന്നു. അതിനിടത് ഭാഗത്തായി കല്യാണ തർക്കം, വിദ്യാർത്ഥിയെ കൊന്ന യുവാവ് ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. ഫെബിനെ കൊലപ്പെടുത്തിയ ശേഷം തേജസ് ഓടിച്ചു എന്ന കാറ് ആ ചിത്രം നൽകുന്നു. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ ചിത്രമുണ്ട്. പ്രതി തേജസ് രാജിന്റെ ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ആശമാരുടെ ഒരു ആവശ്യം അംഗീകരിച്ച സർക്കാർ. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ്, ദണ്ഡത്തിൽ ആശാവഹമായ ഇളവ്, അഭിമാന സമരം മുന്നോട്ട്. മുനമ്പം കമ്മീഷൻ നിയമപരമല്ല, ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ഹൈക്കോടതി റദ്ദാക്കി എന്നുള്ളത് ഉൾപേജിൽ വിശദമായി നൽകിയിട്ടുണ്ട് കേരള കൗമുദി. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. അതിന് മുകളിലായി എല്ലാ ജീവനേക്കാളും വില മനുഷ്യജീവന്, DFO, പ്രാണൻ എല്ലാവർക്കും തുല്യം എന്ന തലക്കെട്ടുകളോടുകൂടി കടുവയെ വെടിവെച്ച് കൊന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. ഏറ്റവും താഴെയായി വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു, പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. സുനിത വില്യംസ് നാളെ പുലർച്ചയ്ക്ക് ഭൂമിയിലെത്തുമെന്ന വാർത്തയ്ക്ക് ചെറിയ ഇടം നൽകിയിട്ടുണ്ട് ദീപിക. ആദ്യ പേജിൽ വലതു ഭാഗത്തായി ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിൽ. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണെന്ന A റഹീമിന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഫാദർ സേവ്യർ വടക്കേക്കര കപ്പുച്ചിൻ അന്തരിച്ചു. പ്രമുഖ പ്രസാധകരും പത്രാധിപരുമായ ഫാദർ സേവ്യർ വടക്കേക്കര OFO കാപ്പ് അന്തരിച്ചു. ഡൽഹി ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു അന്ത്യം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് ഇടത് ഭാഗത്ത് ചെറിയൊരു കോളത്തിൽ പ്രാധാന്യം നൽകുന്നു ദീപിക. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ 36 ദിവസം പിന്നിട്ട് രാപ്പകൽ സമരം സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം കിടന്ന് പ്രതിഷേധിക്കുന്ന ആശാ വർക്കർമാർ അതിന് ചിത്രം നൽകിയിരിക്കുന്നു. വലതു ഭാഗത്ത് മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കി എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമം. ഇടതു ഭാഗത്തായി DA കുടിശ്ശിക 2 ഗഡു പിൻവലിക്കാം എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് താഴെയായി ഉത്സവങ്ങളിലെ ആനയെഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന സുപ്രീം കോടതി, നാട്ടാനകളുടെ കണക്കെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. ഹിറ്റ് പാട്ടുകളുടെ രചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമം. ആദ്യപേജിൽ തന്നെ വഖഫ് തെരുവിലിറങ്ങി മുസ്ലിം സംഘടനകൾ. വഖഫ് സംരക്ഷണത്തിനായി തെരുവിലിറങ്ങി മുസ്ലിം സംഘടനകൾക്ക് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാക്കൾ. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് കീഴിൽ മുസ്ലിം സംഘടനകൾ തിങ്കളാഴ്ച ഡൽഹിയിൽ നടത്തിയ വൻ പ്രതിഷേധം വഖഫ് ബില്ല് പാസ്സാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനും NDA ഘടകകക്ഷികളായ തെലുങ്കുദേശത്തിനും ജനതാദൾ യുവിനുമുള്ള മുന്നറിയിപ്പായി. അതിനിടത്ത് ഭാഗത്തായി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് മാധ്യമത്തിലെ വാർത്തകൾ. നാളത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.